1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു തക്കാളി, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി അല്ലി, 2 പീസ് പട്ട, ഒരു 5-6 ഏലക്ക, ഒരു 7 ഗ്രാമ്പൂ. ഇത് ഇത്രയും ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കുകയാണ്. ഇതൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് ഇത്രയും നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്ക് മസാല ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. മസാല ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ചേർക്കുകയാണ്. ഒരിക്കലും മസാല ചൂടാക്കുന്ന ടൈമിൽ നമ്മൾ ഡയറക്റ്റ് മസാല മാത്രം ചേർക്കരുത്. അങ്ങനെ ചേർത്താൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ എപ്പോഴും കുറച്ച് വെള്ളത്തിൽ കലക്കി വേണം ചൂടാക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാല ചൂടാക്കാനായിട്ട്. അപ്പോഴേ അതിൻ്റെ പച്ച മണം മാറി കിട്ടുള്ളൂ. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ വെള്ളം ഫുള്ളും വറ്റി മസാല ഫുള്ളും ഈ പാനിൽ നിന്ന് വിട്ട് വരും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകമാവുന്നത്. ലൈറ്റായിട്ട് മസാലയുടെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പാനിൽ നിന്ന് മസാലയെല്ലാം വിട്ട് മാറി വരെയാണ്. കറക്റ്റായിട്ട് അതിൻ്റെ പച്ച മണമെല്ലാം മാറി കാണും. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി കറി തയ്യാറാക്കാം. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറിക്ക് എപ്പോഴും കുറച്ച് ഓയിൽ കൂടുതൽ ചേർക്കുന്നത് ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച മണം മാറുന്നത് വരേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഏലക്കയുടെ മണമൊക്കെ നല്ല ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള വഴണ്ട് വരും. സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. മസാല എല്ലാം കളറ് മാറി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ സവാളയിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. പകുതി കുക്കായിരിക്കും ഇപ്പോൾ ആയിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമ്മളത് കുക്ക് ചെയ്യണം. അപ്പോഴേ ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ട് വരുള്ളൂ. നമ്മളെപ്പോൾ ചിക്കൻ കറി വെച്ചാലും ചിക്കനിൽ എന്ത് വെച്ചാലും ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ട് വരണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫൈനലി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചമ്മീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം ചമ്മീസ് കിച്ചൺ.